ഈ സെല്ലർ മാലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ള എ ടു സെഡ് പ്ലാറ്റ്ഫോം വർക്കുകളാണ് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് ആമസോണിൽ കൂപ്പൺ ആഡ് ചെയ്ത് സെയിൽ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലേ, ഇതിന് ഇവർ കൂപ്പൺ ആയിട്ട് 3000 ആണ് കൊടുക്കുന്നത്. ഇതുപോലെ ഇത് ജസ്റ്റ് ഒരു മൊബൈലിൽ കാണിച്ചുള്ളത് റിയൽമിന്റെ. പക്ഷെ ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കൂപ്പൺ ആഡ് ചെയ്തിട്ട് ഇതിനുണ്ടല്ലേ സെയിൽ മന്ത്ലി 500. ഇതിന് നല്ലൊരു സാധ്യത ഈ കൂപ്പൺ കൊടുത്തത് വഴിയാണ്. ഈ കൂപ്പൺ 3000 ആണ് ഇവർ കൊടുത്തത്. അതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ അത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂപ്പൺ ഡിസ്കൗണ്ടിന്റെ പ്രൈസും കൂടി കൂട്ടിയിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫക്ട് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റ് ഒന്നും നമുക്ക് എഫക്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, കൂപ്പൺ ആഡ് ചെയ്ത് ഇൻക്രീസ് ആക്കാൻ സെയില്. കാരണം എല്ലാ ഒരു റിലേറ്റഡ് വർക്ക് പോലെ തന്നെയാണ് കൂപ്പണും. കൂപ്പൺ കൂടി ചെയ്താലാണ് നമ്മൾ ചെയ്യുന്ന വർക്കിന് റിസൾട്ട് കിട്ടണമെങ്കിൽ അതും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൂപ്പൺ ചെയ്യുക എന്നുള്ളതിന്റെ മെത്തേഡിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കിടക്കാം. ഓക്കെ, നമ്മൾ വളരെ ഷോർട്ടാക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് ആദ്യം ജസ്റ്റ് ഞാനൊരു അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ ലെഫ്റ്റിൽ മെനു ബാറിൽ ഈ പ്രൊമോഷൻസ് സോറി അഡ്വർടൈസ്മെന്റിൽ ക്യാമ്പയിൻ ഇതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ ഇതിന് മുന്നത്തെ ഓരോ ആമസോൺ റിലേറ്റഡ് എ ടു സെഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിൽ കൂപ്പൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് സെക്ഷൻ ഓപ്പൺ ആവും. ഇതില് ക്രിയേറ്റ് ന്യൂ കൂപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് നെയിം ഇവിടെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ASA സെർച്ച് ചെയ്യണം. അതിന് നമ്മൾ ജസ്റ്റ് നമ്മളെ ഇൻവെന്ററി പോയിട്ട് നമ്മൾ ASA ഏതൊക്കെയാണ് കൂപ്പൺ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പ്രൊഡക്റ്റ് ഒരേ ടൈപ്പ് പ്രൊഡക്റ്റുകൾ തന്നെ ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിത് ലോ റേറ്റിനുള്ള ഉദാഹരണം നമ്മളെ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അത് ലിസ്റ്റ് ചെയ്താണ്. ഇതല്ലേ ഒരു ലോ റേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു കൂപ്പണ്, ഹൈ റേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു കൂപ്പണ്. ലോ റേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, ചെറിയ ലോ ആയിട്ടുള്ള പ്രൈസിന്റെ കൂപ്പൺസ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഹൈ ആയിട്ടുള്ള എന്ത് ചെയ്യുക, ഹൈ ആയിട്ടുള്ള കൂപ്പൺ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിപ്പോ ഞാൻ ഇപ്പൊ 488 രൂപ ഇട്ട് ഇത് ഞാൻ എന്ത് ചെയ്യണം, ഒരു 588 ഇട്ടിട്ട് എന്ത് ചെയ്യണം, അപ്പൊ ഇതൊരു എന്തായി പ്രൈസായി, ഇത് എന്ത് ചെയ്യണം, 100 രൂപ നമ്മൾ കൂപ്പൺ ആക്കി കൊടുക്കുക. അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇപ്പൊ ആമസോൺ പൊതുവെ പുതിയ ന്യൂ ലിസ്റ്റിംഗിനൊന്നും കൂപ്പൺ അപ്ലൈ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഒരു ഇൻആക്റ്റീവ് ആക്കി വെക്കാണ്. അപ്പൊ അത് ഇഷ്യൂ ഇല്ല, 1 മന്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും കൂപ്പൺ ആഡ് ചെയ്യണം. അപ്പൊ വീഡിയോ കിടക്കാം. അപ്പൊ നമ്മൾ ഈ കൂപ്പണിക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ASA അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ASA എന്ന് പറഞ്ഞാൽ ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാം. ഒരു ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചാല് നമ്മളെ ഇപ്പൊ ഉള്ളതൊന്നും ആക്റ്റീവ് അല്ല എന്നുള്ള ചെറിയ പ്രശ്നമുണ്ട്. കോപ്പി ചെയ്ത ASA എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് കൂടി മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടി എടുക്കുകയാണ്. ഇതിന്റെ ASA കൂടി ഞാൻ കോപ്പി ചെയ്തു, പിന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. ഇതിൽ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇത് ഒഴിവാക്കിയിട്ട് അടുത്ത പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ വരും. അപ്പോൾ ഇവിടെ അതും സെലക്ട് ചെയ്ത് അപ്പോൾ എന്തായി, പാർട്ടിസിപ്പേറ്റിംഗ് ടു പ്രൊഡക്റ്റ് എത്തി. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഇവിടെ വേറെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. പിന്നെ എന്ന് മുതൽ എന്ന് വരെ എന്നുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 മന്ത് പീരീഡ് 1-ാം തീയതി, പക്ഷേ ഈ മാസം 28 ഇതോടെ എൻഡ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഓരോ മാസം ഓരോ സ്ട്രാറ്റജി, ഓരോ ഐഡിയ, ഓരോ പ്രൈസിങ് മെത്തേഡൊക്കെ, ഓരോ കൂപ്പൺ പ്രൈസ് ഒക്കെ മാറ്റിയിട്ട് ഏതാ ബെനിഫിറ്റ് ഉള്ളത് അത് കണ്ടിന്യൂസ് ചെയ്യാം. ഒന്നിന് ബെനിഫിറ്റ് ഇല്ല വെച്ചിട്ട് എന്ത് ചെയ്യരുത്, നിർത്തി പോകരുത്. ഇതിന് അടുത്തത് നോക്കുക, സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തത് ഒരു വേറെ പ്രൈസിന് ഇടുക. 10 രൂപന്റെ 5% അതിന് പല ഇതുണ്ട്. ഇത് കൂപ്പൺ എല്ലാ ഓപ്ഷനും ഉണ്ട്, പേഴ്സൻറ്റേജ് ഉണ്ട്, ക്യാഷ് കുറച്ച് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അത് രണ്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമുക്ക് ഏതാ ഫിക്സ് ചെയ്യേണ്ടത് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്തു. അപ്പം എന്റെ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, 28 തന്നെ കൊടുത്താൽ ഈ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഈ മാസം കൊടുത്താൽ അടുത്ത നമ്മൾ അടുത്ത സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഒരേ ഇതിൽ തന്നെ പോയത്. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്, മണി ഓഫ് ഉണ്ട്, പേഴ്സൻറ്റേജ് ഓഫ് ഉണ്ട്.
നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് കുറച്ച് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്, പേഴ്സൻറ്റേജ് ഓഫ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സാധനം തന്നെ ചൂസ് ചെയ്യരുത്. ആദ്യം നിങ്ങൾ മണി ഓഫ് ചെയ്ത് നോക്കുക. അതിനാണ് ബെനിഫിറ്റ് കൂടുതലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് വഴിയാണ് സെയിൽ ഇൻക്രീസ് ആവണമെന്നുണ്ടെങ്കിൽ അത് തുടരുക. അപ്പോൾ നിങ്ങൾക്ക് മണി ഓഫ് സെയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പേഴ്സൻറ്റേജിക്ക് മാറണം. പേഴ്സൻറ്റേജ് സെയിൽ ഇല്ലെങ്കിലാണ് മാത്രം മറ്റേ അങ്ങനെ സ്ട്രാറ്റജി എപ്പോഴും ഫിക്സഡ് ആയിരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുക. അല്ലേ, മിനിമം 1%, മാക്സിമം 50%. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഒരു 250 പ്രൈസ് ഇടുന്ന സാധനങ്ങൾ 500 ഇട്ടിട്ട് 50% കൂപ്പൺ നമുക്ക് കൊടുക്കുക. പക്ഷെ അതൊക്കെ കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. എപ്പോഴും പൊതുവെ കൂപ്പൺ സക്സസ് ആയിട്ടുള്ള 10%ൻ്റെതൊക്കെ 5%, 10 രൂപ, 5 രൂപ, അല്ലെങ്കിൽ പിന്നെ 50 രൂപ, 100 രൂപ, 200 രൂപ, നേരത്തെ ഉണ്ടല്ലേ 3000 രൂപയുടെ കൂപ്പണാണ് നേരത്തെ കണ്ടത്. നല്ലൊരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പേഴ്സൻറ്റേജ് സെലക്ട് ചെയ്ത്, പേഴ്സൻറ്റേജ് ഞാനൊരു 10% കൊടുത്തു. ഓക്കെ, 10% കൊടുത്തു. ലിമിറ്റ്, ഇത് ലിമിറ്റ് ഉണ്ടോന്ന്, ഒരു പേഴ്സണ് എത്ര ലിമിറ്റ് ഉണ്ടോന്ന്, ഇല്ല നമ്മൾ ലിമിറ്റ് അത് നിങ്ങളെ ഇഷ്ടം, ലിമിറ്റ് വേണോ വേണ്ടെന്നുള്ളത്. ഓക്കെ, ഒരു കസ്റ്റമർക്ക് എത്ര വട്ടം ചെയ്യാന്നുള്ളത്, ചിലവരൊക്കെ എല്ലാവരും ഒരു ഇതാണ് കൊടുക്കുക. അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടു. ഓക്കെ, അപ്പം ഒരു ദിവസം നമുക്ക് ബഡ്ജറ്റ് ഈ ഒരു കൂപ്പണ് നമ്മളെന്ന് വെച്ചാൽ ഒരു 1000 ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്ത് ചെയ്യും, ഒരു 100 കസ്റ്റമർ പർച്ചേസ് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് തീരും. അപ്പൊ മിനിമം ഇട്ടാ ഇത് നിങ്ങൾക്ക് കൂപ്പൺ നിങ്ങൾക്ക് എത്ര ആഡ് ചെയ്ത് വെച്ചാൽ നഷ്ടമില്ല. കാരണം കൂപ്പൺ വഴി നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന സെയിലാണ്, അത് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. അതിന് ഞാൻ വെറുതെ ഒരു 5000 ഇട്ട്. ഓക്കെ, പിന്നെ കൂപ്പണിന്റെ ഒരു ടൈറ്റിൽ ഇടണം. ജസ്റ്റ് നമുക്കൊന്ന് ഇത് മനസ്സിലാവാൻ വേണ്ടി, ജസ്റ്റ് നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടി ബെറ്റർ ആണ്. അപ്പൊ നല്ലൊരു ടൈറ്റിൽ കൂപ്പൺ ഇടുക. ഓക്കെ, ടൈറ്റിൽ ഇത് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരാൾക്ക് പിന്നും പിന്നും വർഷം യെസ് അല്ലോ സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂപ്പണിന്റെ സെക്ഷൻ കഴിഞ്ഞാൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തതോടുകൂടി കൂപ്പൺ സ്റ്റാർട്ടായി. ഓക്കെ, ഈ കൂപ്പൺ വിസിബിൾ ആവാൻ കുറച്ച് ടൈം പിടിക്കും ആക്റ്റീവ് ആവാൻ. ഓക്കെ, പിന്നെ അതിന്റെ അപ്ഡേഷൻ കിട്ടണമെങ്കിൽ കൂപ്പൺസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും കൂപ്പൺ വഴി എത്ര സെയിൽ നടന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ നടക്കും ഉണ്ടാവും. ഇതിനു മുന്നേ നമ്മളൊരു കൂപ്പൺ ചെയ്തത് വഴി നമുക്ക് സെയിൽ വന്നതാണിത്. 25 രൂപന്റെ സെയിൽ ഇത്. പിന്നെ പേഴ്സൻറ്റേജ് കൊടുത്തു, പേഴ്സൻറ്റേജിൽ ഓർഡർ വന്നത്, സോറി ഇത് ഓർഡർ വന്നിട്ടില്ല. കസ്റ്റമർ എന്ത് ചെയ്യണേ, റെഡീം ചെയ്ത് വെച്ചിട്ടുണ്ട് 2 3. അപ്പൊ നമ്മൾ കൂപ്പണും പ്രാധാന്യം കൊടുക്കണം. കസ്റ്റമർ ഇതന്നെ നമുക്കൊരു നമ്മൾ ചെയ്തതിന് റിസൾട്ട് ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ്. കസ്റ്റമർ വെറുതെ ക്ലെയിം ചെയ്തെങ്കിൽ വെച്ചിരുന്നത്, പക്ഷെ നിങ്ങൾ ക്ലെയിം ചെയ്ത് വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോലെ കേട്ടോ, അവർ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ഇത് പ്രോസസ്സിങ്ങിലാണ്, ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെയാണ് സെയിൽ കാണിക്കും, ഇവിടെ കണ്ടില്ല സെയിൽ കാണിക്കും. ഓക്കെ, അപ്പം ഇനി എന്ത് കൂപ്പൺ റിലേറ്റഡ് ആയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മെസ്സേജ് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ള ഓരോ യൂട്യൂബ് ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.